പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിച്ചു മിക്ക ആൾക്കാരും പ്രാങ്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ സ്ക്വാഡോ അല്ലെങ്കിൽ ഇങ്ങനെ ടീം അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല. എനിക്ക് ആകെ 2 ഫ്രണ്ട്സൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒക്കെയാണ് ആക്റ്റീവായിരിക്കണമെന്നില്ല ഫ്രീ ഫയറിൽ ഫുൾ ടൈം. അപ്പോൾ ആക്റ്റീവ് ആയിരുന്ന സമയത്ത് ഒരു സംഭവം ഒന്ന് ഇതായതാണ്. അപ്പോൾ അത് എങ്ങനെയായി എന്നൊക്കെ നമ്മളെ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ പ്രാങ്ക് എന്നിട്ടാന്ന് നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞ അത്യാവശ്യം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവൻ എന്നെ ഒന്ന് പ്രാങ്ക് ചെയ്തതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം എൻ്റെ അക്കൗണ്ടിൽ വേറൊരാൾ കയറി വിട്ടു. എൻ്റെ അക്കൗണ്ട് അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എങ്ങനെയാണ് വീഡിയോ വളരെ സ്റ്റാർട്ടായി പോയി. അതാണ് ഒന്ന് കണ്ടു നോക്ക്. എൻ്റെ ഹലോ എന്നുള്ളൊരു ഒച്ചമാണ്. ആ ഒച്ചയാണ് ഞാൻ ഒച്ച സംസാരിച്ച് വെച്ചാൽ. അപ്പോൾ അതിൽ ഹലോ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞപ്പോൾ അവനൊന്നും ടീച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ കളി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അവൻ്റെ മൈക്ക് ജസ്റ്റ് ഒന്ന് വരാൻ തുടങ്ങിയത്. അപ്പോൾ അത്രയും നേരം അവൻ ഒന്നും സംസാരിക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ ഫസ്റ്റ് ഞാൻ കളിച്ചപ്പോൾ ചെറുതായിട്ട് ഒരു നൂബിനെ പോലെയാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവന് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇത് പറയുമ്പോൾ ഒരു ഇത് വരും. ശ്രദ്ധിച്ചു നോക്കാം. അപ്പോൾ അത് നമുക്ക് എപ്പോൾ ഇങ്ങനെ മൂവിൻ്റെ വില കളിപ്പിക്കണമല്ലോ. ഇങ്ങനെയൊക്കെ ഇതുപോലെയൊക്കെ ഞാൻ അങ്ങനെ വെറുതെ നിന്നത് കളിച്ചു. പക്ഷേ ആ സമയത്താണ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പ്രാങ്ക് ചെയ്യാന്നുള്ളത്. അതുകൊണ്ടിട്ട് നോക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കൂടെ ഞാനത് മാറ്റി അതിനുള്ള സ്ഥലത്ത് വോയിസ് ഓവർ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ മൈക്ക് ഓണാക്കി എന്നിട്ട് ഞാൻ ഇതിൽ കൂടെ പോവോ അങ്ങനെ ചെയ്യോ എന്നൊക്കെ ഒരു ന്യൂസ് ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊണ്ടിരുന്നു. ഫസ്റ്റത്തെ ആൾ പോയിട്ട് കഴിഞ്ഞിട്ടാണ് വീണ്ടും പേരൊക്കെ ചോദിക്കും. ആ സമയത്ത് ഞാൻ അത്ര പോലെ കളിച്ച് കുറേ നിൽക്കാനൊന്നും ഇല്ല. അപ്പം പേര് ചോദിച്ചിട്ടും ഞാൻ പറഞ്ഞിട്ടും ഇത് വെക്കാനുള്ള ബുദ്ധിമുട്ട് കഴിച്ച് ഞാൻ അവസാനം പറഞ്ഞെങ്കിൽ അപ്പം ഞാനൊന്നും നോക്കിയില്ല. 2-3 മിനിറ്റ് ഞാൻ വെച്ചിട്ട് എപ്പിനെ പേടിച്ചിട്ടു. പിന്നെ അപ്പുറത്ത് പേടിച്ചിട്ടു. ഇനി ഞാൻ പടം വയ്ക്കും. പിന്നെ കളിക്കാറുണ്ട് വെറുതെ പ്രാങ്ക് കളിക്കാറുണ്ടോ. പിന്നെ ആരായാലും അത്ര നേരമൊന്നും ന്യൂബ് കളിച്ച് നിൽക്കാൻ ആർക്കും വരില്ല. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല. എൻ്റെ ഒരു ഇടപെടലൊക്കെ എടുത്തിട്ട് കേട് കഴിച്ചു. ഒരു മീനൊക്കെ റിയാവ് വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ ആ കളി പെട്ടെന്ന് കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ അടുത്ത കളിയിലാണ് തുടങ്ങി കഴിഞ്ഞു.
നീ എന്റെ സ്കൂളിൽ പഠിക്കുന്നില്ലേ? ഒരട്ടിയാണ് അതുപോലെ അവൻ പേര് ടീച്ചർ സൂര്യനെ പഠിക്കാനല്ലേ. അപ്പം ഞാൻ എൻ്റെ ചാനലിലുള്ള പേര് പറഞ്ഞിട്ട് ഈ ഇറങ്ങി വേറെ ഒരു സ്കൂളിൽ ചേരാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവന് ശരിക്കും ചെറുതായിട്ട് തോന്നി തുടങ്ങി, നീ വേറെ കൊണ്ടങ്ങെടുത്ത് കളിക്കുന്നതാണോ, വേറെ അതിലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ കളി ഫുള്ളായിട്ട് തീർക്കാണ് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തത് അവനെന്താ ചോദിച്ചങ്ങൾ കേട്ടു. എനിക്കറിയില്ല. അല്ല നിന്റെ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എൻ്റെ അമ്മ ചോദിച്ചു ആരാണ് കളിക്കണമെന്നൊക്കെ. അപ്പോൾ അവർ എനിക്കറിയില്ല, എൻ്റെ കൂട്ടുകാരനല്ല, കാരണം ഞാൻ അവരോട് പറഞ്ഞോണ്ടില്ല ഞാനാണെന്ന്. അപ്പം അങ്ങനെ പറഞ്ഞാലിപ്പോൾ പറയണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഹാക്കറൊന്നും പറ്റില്ല, കാരണം ചെക്കൻ ഞാൻ പറഞ്ഞിട്ടില്ല ഹാക്കറൊന്നും. കാരണം കഴിഞ്ഞ കളിയിൽ തന്നെ എൻ്റെ തൃശ്ശൂർ കളിയിൽ വെറുതെ ഹെഡ്ഷോട്ട് തന്നെ പറഞ്ഞ ഹാക്കർ വെറുതെ ഒരു അടിച്ചൊക്കെ കയറിയില്ല, പ്രത്യേകിച്ച് റാങ്കല്ലാത്ത അടിച്ച്. പക്ഷേ ആ കളി ഞങ്ങൾ ജയിച്ചു വന്നു ലോബിയിൽ. പക്ഷേ ഇത് ഡേ 2 അഞ്ഞ് കാണാൻ പോകണം, കാരണം ഒരു ദിവസം അവൻ ഈ അക്കൗണ്ട് കയറാണ്ട് എന്നൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഡേ 2 ഇതിപ്പോൾ ഫസ്റ്റാണ് ഡേ 2 കാണാം. ഹലോ, ഒന്ന് കളിക്കാം. അക്കൗണ്ട് എനിക്ക് തരുമോ? എന്താ എനിക്കൊരു ചേട്ടൻ തന്നോ? ഇതേ എനിക്കൊരു ചേട്ടൻ തന്നോ? അപ്പോൾ ഇത് ഡേ 2 അല്ല, ഡേ 1 തന്നെയാണ്. കാരണം ആ സമയത്താണ് അവനോട് ഞാൻ അപ്പോൾ അവൻ അക്കൗണ്ട് കയറാണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചത്. പക്ഷെ അടുത്ത ദിവസം 1 vs 1 കളി നമ്മൾ ഫുള്ളായിട്ട് എടുക്കാനുള്ള കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ ഈ പ്രാങ്ക് എങ്ങനെ ചെയ്തു അവസാനം എങ്ങനെ കണ്ടുപിടിച്ചു, അതാണ് നിങ്ങൾ കാത്തിരിക്കേണ്ടാവുക. അപ്പോൾ അത്രയും നമ്മൾ ചെയ്യണുള്ളൂ. അപ്പോൾ ഡേ 2 അവൻ കളിച്ച് ചെറിയൊരു ക്ലിപ്പൊക്കെ കാണിച്ചുതരാം. ഹലോ ഗൈസ്, അപ്പോൾ ഈ പ്രാവശ്യം അവനെ വീണ്ടും പറ്റിച്ചിട്ട് ഞാനൊരു ദിവസം മറ്റേ 1 vs 1 അടിച്ചാലും ചോദിക്കും. അപ്പം ഒന്നുകൂടി ഞാൻ ചോദിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ അവനോട് 1 vs 1 കളിക്കാൻ പറഞ്ഞു, സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ ചക്രോടൊന്നും അടിച്ച് ഞാൻ കാണിച്ചു തരാം. ഹലോ, കണ്ടു ലെഫ്റ്റ് ചെയ്തോ, ഞാൻ ഇൻവൈറ്റ് വന്നിട്ട് സോളോ ഇട്ടിക്ക് സോളോ. അപ്പോൾ ഞാൻ റൂം ഇട്ടില്ല, കാരണം റൂമിൽ ഞാൻ ചെയ്തപ്പോൾ ഒരു തെറ്റിട്ട് പാസ്വേഡ് അവനോട് പറയാനും മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടപ്പോൾ വേറെ ഏതൊരു ചെക്കൻ വന്ന് കയറി. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നുള്ളത് നിങ്ങൾ കേൾക്കും. പിന്നെ എന്നിട്ട് പറയാനുള്ളത് അവന് മനസ്സിലായി. പിന്നെ ഞങ്ങളിത് നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടണത്. കാരണം അവരോട് ഞാൻ ചോദിച്ചു നീ ആരാന്ന് വിചാരിച്ച് ഞാനാന്നൊക്കെ. അപ്പോൾ മനസ്സിലായി. അവൻ പറഞ്ഞു കളി കണ്ടപ്പോൾ എനിക്ക് തോന്നി, പക്ഷെ എന്നാലും വിചാരിച്ചില്ല പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി റെസ്റ്റോറൻറ്റ്സാണ്. അപ്പോൾ നോക്കി നോക്കാം ഇങ്ങനെ. എന്താ എത്ര നീ ഇന്നലെയൊക്കെ നീ ആരാന്ന് വിചാരിച്ചേ?
എടാ അതെൻ്റെ എൻ്റെ ഒരു ബലൂൺ ഉണ്ടായി, ആ ബലൂൺ പൊട്ടി. ആ ബലൂൺ പൊട്ടിയപ്പോ ഞാൻ ഒരു കുഴലിൽ കെട്ടി വെച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നടക്കായിരുന്നു. അപ്പൊ ഒച്ച മാറി. അത് കഴിഞ്ഞിട്ട് ഇത് സാധനം വാലച്ചോണ്ടിരിക്കുമ്പോൾ നീ കയറി തന്നെ. അപ്പൊ ഞാൻ ഇതീ സംസാരിച്ചു, പിന്നെ നീ അവിടെ വിശ്വസിച്ചു. അപ്പൊ ഞാൻ അതിന്റെ കൂടെ അങ്ങോട്ട് പോയി. അവിടെ ഒരു കാര്യം പറയട്ടെ, വരുമ്പോ ഇതുപോലെ തന്നെ ചെയ്തു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ 20 സബ്സ്ക്രൈബേഴ്സ് 2 മതി. അപ്പൊ നേരെ നമ്മളതിനെ കറസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ഞാൻ ഒരാളുടെ കമന്റ് ചെയ്യാൻ പോയൊരു ഒരു വീഡിയോ ഉണ്ട് ചാനലിൽ, കയറി ചെന്ന് കണ്ടോ. കമന്റ് അപ്പൊ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഫ്ലാഷ് ബാക്ക് കാണിച്ചു തരാം. ഹലോ